അത് പരിശോധനയ്ക്ക് വിധേയമാണ്. അവർക്ക് പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയും ഇതിനോടൊപ്പം അന്വേഷിക്കണമല്ലോ. അങ്ങനൊരവസ്ഥ സരിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വരുന്നില്ല. ഇനി അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഉൾപ്പെടെ പരിശോധിക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ബാധിക്കും. മറുപടി പറയും. നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ ഉത്തരം പറയാം. അല്ല, എന്തായിരുന്നാലും വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത് ജയരാജന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ലല്ലോ. പ്രസിദ്ധീകരിച്ചോ? പ്രസിദ്ധീകരിച്ചിട്ടില്ല. പ്രസിദ്ധീകരിച്ചാൽ ഞാൻ ആ പുസ്തകം കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാണ് ജയരാജൻ പറയുന്നത്. ജയരാജൻ അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അത് എഴുതി തുടങ്ങി എന്നുള്ളതല്ലാതെ ഇത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിക്കുകയോ ഇത് മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചൊന്നും ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് സംബന്ധിച്ചാണ് ചില വാർത്തകൾ പത്രങ്ങളിൽ വരുന്നത്, മീഡിയസ് വഴിയാണ് വരുന്നത്. ഞാൻ അതിൻ്റെ മറ്റു വശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ആ പുറത്ത് പരാമർശിക്കാനുള്ള പ്രശ്നങ്ങൾ ജയരാജൻ എഴുതിയതല്ല എന്ന് ജയരാജൻ നിഷേധിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ള ഒരു പരാതിയും DGPക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടക്കുന്ന സമയത്ത് എന്താണ് വസ്തുത എന്നുള്ളത് പുറത്തു വരുമല്ലോ. ഞങ്ങളിപ്പം ജയരാജൻ പറഞ്ഞ നിലപാടിലാണ് നിൽക്കുന്നത്. അദ്ദേഹം CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം പറഞ്ഞ നിലപാടിലാണ് ഇപ്പം നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഈ പ്രശ്നങ്ങൾ അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി പരിശോധിച്ച് എന്താണ് വസ്തുത എന്നുള്ളത് പുറത്തു വരും. അപ്പോൾ എന്നിട്ട് നമുക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. അത് പാർട്ടിക്ക് വിട്, പാർട്ടിക്ക് വിടും. അത് അല്ല, പാർട്ടി അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതൊന്നും നിങ്ങളുമായി ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് പാർട്ടിക്ക് വിട്. നിങ്ങളതിനെക്കുറിച്ച് വെറുതെ വിഷമിക്കല്ല. ഒരഭിപ്രായ വ്യത്യാസമില്ല പാർട്ടിയിൽ. സരിന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടിയിൽ ഏകീകരിച്ച അഭിപ്രായമാണ്. ഒരു ഭിന്നതയും സരിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടില്ല. ഞാനിൻ്റെ ഇടയ്ക്കൊരു ചെറിയ പരിപാടിക്ക് പാലക്കാട്ട് പോയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം അപ്പം ഇങ്ങനെ ഒരു പുറത്തുകൂടെയൊക്കെ ഇങ്ങനെ ചില വർത്തമാനം കേട്ട സമയത്ത് നമ്മൾ അവിടെ ആളുകളോട് കണ്ടു. ഒരാൾക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. നല്ല സ്വീകാര്യതയാണ്. സരിന്റെ സ്ഥാനാർത്ഥിത്വം നല്ല സ്വീകാര്യതയാണ് പാലക്കാട് ഉണ്ടാക്കിയിട്ടുള്ളത്. കോൺഗ്രസിനെ പിന്തുണച്ച ഒരു വിഭാഗം, UDFനെ പിന്തുണച്ച ഒരു വിഭാഗം സരിനെ ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുന്നുണ്ട്. ഇടതുപക്ഷ താല്പര്യമുള്ളവരും ഒരു പൊതുവെ ജനാധിപത്യവും മറ്റ് മാനുഷിക ബന്ധങ്ങളും സ്നേഹവും എല്ലാം പുലരണം എന്നാഗ്രഹിക്കുന്ന UDFന്റെ പക്ഷത്ത് നിൽക്കുന്നവരും ഈ തെരഞ്ഞെടുപ്പിൽ സരിന് അനുകൂലമായി വോട്ട് ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സരിൻ അഭൂതപൂർവമായ നിലയിൽ നമ്മളെയൊക്കെ പ്രതീക്ഷയ്ക്കപ്പുറത്തിടക്ക് ജയിച്ചുകൂടാ എന്നില്ല. അത്തരമൊരു സാഹചര്യമാണ് രൂപപ്പെടുന്നത്. അതിൽ ആർക്ക് സംശയം ചില ആളുകൾ സൃഷ്ടിച്ചതല്ലേ. EP ജയരാജൻ സരിനെതിരായിട്ട് സംസാരിച്ചു എന്നുള്ള വ്യാഖ്യാനത്തോടു കൂടിയാണല്ലോ ഇത് വർഷം വരുന്നത്. EP ജയരാജൻ അത് സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. EP ജയരാജൻ CPMന്റെ കേന്ദ്ര കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ പാർട്ടി തീരുമാനത്തിന് വിധേയമാകാനും അദ്ദേഹം ബാധ്യസ്ഥനാണ്. ആർക്കും ഞങ്ങളെല്ലാം പാർട്ടി തീരുമാനത്തിന് വിധേയമായി നിൽക്കേണ്ടവരാണ്. അപ്പോൾ ആ നിലയിൽ പാർട്ടി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി തീരുമാനമെടുത്ത് ഏകകണ്ഠമാണ്. ഒരു ഭിന്നതയും പാർട്ടിയിലില്ല, ജനങ്ങളുടെ ഇടയിലും ഭിന്നതയില്ല. അതാണ് അവിടുത്തെ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് നല്ല നിലയിൽ സരിൻ വിജയിക്കാനുള്ള നിങ്ങളും കൂടി ചേർന്ന് സ്വീകരിക്കുക. രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം എന്താ? കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറെ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അവിടെ തന്നെ ഒരു പരിപാടി പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് മത്സരം UDFും LDFും തമ്മിലാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഇത് കുറെ കൂടി നേരത്തെയാണ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം വന്നത്. ഇപ്പോൾ ശ്രീ K മുരളീധരനും പറഞ്ഞ അഭിപ്രായം എന്താ? UDFും LDFും തമ്മിലാണ് മത്സരം.
പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം അവിടെ വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പം അതുകൊണ്ട് മത്സരം ഇങ്ങനെയൊരു അഭിപ്രായത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ലല്ലോ. നേരത്തെ മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം 3ാം സ്ഥാനത്താണല്ലോ. അപ്പൊ അത് മാറി UDFും LDFും തമ്മിലാണ് മത്സരം എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെ എത്തി. അത് അവിടുത്തെ ഫീൽഡിലുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവാണ്. രമേശ് ചെന്നിത്തല അതിനേക്കാൾ വലിയ കോൺഗ്രസ് നേതാവാണ്. കെ മുരളീധരനും കോൺഗ്രസ് നേതാവാണ്. നിങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം മാത്രമേ നിങ്ങൾ പരിഗണിക്കുന്നുള്ളൂ. ഞാൻ പറയുന്നത് രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ കെ മുരളീധരന്റെയും അഭിപ്രായങ്ങൾ കൂടി പരിഗണിക്കണമെന്നാണ്. അതേ വ്യത്യാസമുള്ളൂ. അത് അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളത് എനിക്കറിയില്ലേ. രമേശ് ചെന്നിത്തല എപ്പോഴെങ്കിലും LDFന്റെ വിജയം അങ്ങനെ അവകാശപ്പെട്ടില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സരിന്റെ വിജയം അവകാശപ്പെടുക. രണ്ടുപേരെ നിലപാടല്ല. അത് മതി. വലിയ സുഖം. നല്ല കാര്യം. ദേശീയ ദുരന്തമായി കേന്ദ്രം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ഞാൻ വലിയ പ്രതീക്ഷയായി പോയി. ഇങ്ങനെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞത് സോറി, ഞാൻ അങ്ങനെയാണ് ധരിച്ചു പോയത്. അത് കേന്ദ്ര ഗവൺമെന്റ് എന്താണ് BJP നേതൃത്വം ഇക്കാര്യത്തിൽ കേരളത്തിലെ BJP നേതൃത്വം പറയാന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാം. ഒരാ നിലപാട് എന്തായിരുന്നാലും പറയേണ്ടതായിട്ട് വരുമല്ലോ. BJP നേതൃത്വത്തിന്റെ നിലപാടെന്തെന്നുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് നേരത്തെയുണ്ട്. ഒന്ന്, സമാനതകളില്ലാത്തൊരു ദുരന്തമാണിത്. 400-ൽ പരം ആളുകൾ ഒരു ദിവസം മണ്ണിൻ്റെ അടിയിലും വെള്ളത്തിലും എല്ലാം ആയിപ്പോയി. ശരീരത്തിൻ്റെ കണ്ടുകിട്ടിയതിൻ്റെ ശരീരത്തിൻ്റെ ചില പലരുടെയും അവശിഷ്ടങ്ങളാണ്. അതിനോട് കേരള ഗവൺമെന്റ് ഒരു വിരലാണ് കിട്ടിയതെങ്കിലും ഒരു മൃതശരീരത്തിന് കൊടുക്കുന്ന എല്ലാ ആദരവും കൊടുത്തിട്ടുണ്ട്. അതിന്റെ ക്രിമേഷനിൽ മറ്റു നടപടികളിലെല്ലാം എല്ലാ ആദരവും നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു സമീപനമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിനെ കൈകാര്യം ചെയ്തെടുത്തിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് ഒരു സഹായം ഇതുവരെയും നൽകിയിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ച് നിൽക്കുമ്പോൾ തന്നെ കേരള ഗവൺമെന്റ് പറഞ്ഞെന്താ, ഇവരെ പുനരധിവാസത്തിന് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതികളിൽ നിന്ന് ഒരണുപോലും കേരളം പുറകോട്ട് പോകില്ല. കേരള ഗവൺമെന്റ് തീരുമാനിച്ചതിനനുസരിച്ചുള്ള പുനരധിവാസം, മാതൃകാപരമായ പുനരധിവാസം അവിടെ നടപ്പിലാക്കാൻ പോവുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇക്കരം ഒരു നിലപാടെടുത്തിട്ട് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ്. ശക്തമായ പ്രതിഷേധം ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരും. കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ നേടുന്നതിന് വേണ്ടി, പരിഹാരം കാണുന്നതിന് വേണ്ടി ആരുമായിട്ടെല്ലാം സഹകരിക്കാൻ കഴിയുമോ അവരെല്ലാമായി സഹകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ പ്രതിഷേധ സമരം ഈ പ്രശ്നത്തിൽ ഉയർത്തും. കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെതിരായി. അതാണല്ലോ കേരളമായതുകൊണ്ടല്ല, മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതിനേക്കാൾ കുറഞ്ഞ ദുരന്തങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ സഹായിച്ചല്ലോ. ആ സഹായത്തിന് കേരളം എതിരല്ല. 388 കോടി ഓൾറെഡി തന്നിട്ടുണ്ടെന്നാണ്. എവിടെ അവർ വിശദീകരിക്കട്ടെ പറയുന്നവര്. കേരളം തന്നിട്ടില്ല. കേരളത്തിന് ഇടതുപക്ഷ ഗവൺമെന്റ് തന്നിട്ടില്ല. ഈ ദുരന്തമുഖത്ത് സഹായം നൽകുന്നതിന് കേന്ദ്രം ഒരു സഹായവും കേരളത്തിന് നൽകിയിട്ടില്ല. BJPന്റെ അധ്യക്ഷൻ പറഞ്ഞത് എത്ര 782 കോടി കേരളത്തിൽ വന്നത് അല്ലേ? നിങ്ങൾ കേട്ടില്ലേ? കേട്ടിക്കോ? അതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ലല്ലോ. 782 കോടി രൂപ ഇങ്ങനെ തന്നെന്നാണ് പറയുന്നത്. അപ്പൊ അതിനെന്താ പറയുന്നത്? ഇത് എന്ത് ചെയ്തു എന്നുള്ളത് പിണറായി വിജയൻ വിശദീകരിക്കണമെന്നാണ്. നിർമ്മല സീതാരാമൻ കോഴിക്കോട്ട് കൊച്ചിയിൽ വന്നല്ലോ. എന്താ അവർ പറഞ്ഞത്? കേരളത്തിന് അർഹപ്പെട്ട സഹായം ചെയ്യും. നമ്മളത് വിശ്വസിച്ചു, ഇപ്പോഴും വിശ്വസിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വയനാട് വന്ന സമയത്ത് പറഞ്ഞു, ഈ ദുരന്തത്തെ എല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആവശ്യമായ സഹായം ചെയ്യും. സഹായത്തിന് വീണ്ടും കേന്ദ്രം സഹായം നൽകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കേരളം. ഇപ്പോൾ ഈ ദുരന്തം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്നുള്ള നിലപാട് കേന്ദ്രം എടുത്തിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിന്റെ സമീപനമാണ് അത് വ്യക്തമാക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. എന്തായാലും കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടുന്നതിന്, സംരക്ഷിക്കുന്നതിന് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഒരു സമരം നടന്നിരുന്നു.
അതിൽ കേരളത്തിലെ പ്രതിപക്ഷം എടുത്ത നിലപാടെന്താണെന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ ആ അനുഭവം കേരളത്തിൻ്റെ മുമ്പിലുണ്ട്. അതിൽ നിന്ന് കേരളം പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. കേരളത്തിന് അർഹതമായത് നേടുന്നതിനാവശ്യമായിട്ടുള്ള പോർമുഖം കേരളം തുറക്കുക തന്നെ ചെയ്യും കേന്ദ്ര നിലപാടിനെതിരായി.